KSRTC ബസ്സുകൾ ലീസിനെടുക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ആളുകൾക്ക് നല്ല സർവീസ് നൽകാനാണിത്. ബസ്സുകൾ ആരും വാടകയ്ക്ക് നൽകാൻ തയ്യാറാവുന്നില്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. വളരെ നല്ല ബസ്സുകൾ, കഴിയുന്നതും എയർ കണ്ടീഷൻ ബസ്സുകൾ എടുത്ത് ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ 4000 രൂപയൊക്കെയാണ് 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബസ് എടുക്കുന്നു എന്നുള്ളതല്ല. മുഹമ്മദ് സൈഫുള്ള വിശദാംശങ്ങൾ നൽകും. സൈഫുൾ, ബസ്സുകൾ ലീസിനെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് എന്താണ് മന്ത്രി വിശദീകരിക്കുന്നത്? സൈഫുദ്ദീൻ, ഇത് ഈ ഓണക്കാലത്ത് സ്പെഷ്യൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ് KSRTC ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്നത്. പരമാവധി എയർ കണ്ടീഷൻ AC ബസ്സുകൾ തന്നെ എടുക്കാനാണ് KSRTCയുടെ തീരുമാനം. പക്ഷേ ഇവിടെ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ബസ്സുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കൃത്യമായി വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ KSRTCയോട് വിശ്വാസമില്ല ആളുകൾക്ക്. അതുകൊണ്ടാണ് ബസ് ഉടമകൾ KSRTCക്ക് ഇത്തരത്തിൽ ബസ്സുകൾ വിട്ടു നൽകാത്തത് എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ നിലവിൽ ഇപ്പോൾ KSRTC സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലല്ല. നിലവിലെ സാഹചര്യത്തിൽ ബസ്സുകൾ വിട്ടു നൽകിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി പൈസ കൊടുക്കാൻ വേണ്ടി, അതിന്റെ വാടക കൊടുക്കാൻ വേണ്ടി KSRTCക്ക് സാധിക്കും. ഒരു ഓപ്പൺ ടെൻഡർ ഇതുമായി ബന്ധപ്പെട്ട് KSRTC ഉടൻ തന്നെ വിളിക്കും എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ഓണക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ ഈ സ്വകാര്യ ബസ് സർവീസുകൾ, അന്തർ സംസ്ഥാന സർവീസുകളൊക്കെ നടത്തുന്ന ട്രാവൽസുകൾ അധികം പൈസ ഈടാക്കാറുണ്ട്. സാധാരണ വാങ്ങുന്നതിലും ഇരട്ടിയൊക്കെ ചില ട്രാവൽസുകൾ യാത്രക്കാരിൽ നിന്ന് വാങ്ങാറുണ്ട്. ആ ഒരു സമയത്ത് മിതമായ ചാർജിൽ സർവീസ് നടത്തി കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ് KSRTCയുടെ പദ്ധതി എന്ന് പറയുന്നത്. ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വ്യക്തമാക്കിയത്. സൈഫു.